പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഡയറക്ടറെ പൂട്ടിയിട്ട് വിദ്യാർത്ഥികളുടെ പ്രതിഷേധം. ഡോക്ടർ OK മണിയെയാണ് SFIയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ പൂട്ടിയിട്ടിരിക്കുന്നത്. കോളേജിലെ അധ്യാപകരുടെ കുറവ് പഠനത്തെ ബാധിക്കുന്നുവെന്നാരോപിച്ച് വിദ്യാർത്ഥികൾ ഇന്നലെ മുതൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചിരുന്നു. ഇക്ബാൽ അറയ്ക്കൽ ചേരുന്നുണ്ട്. ഇക്ബാൽ, നിലവിലൊരു സാഹചര്യം എന്താണ്? പ്രതിഷേധം തുടരുകയാണോ? റോഷ്നി, അല്പസമയം മുമ്പാണ് പാലക്കാട് മെഡിക്കൽ കോളേജ് ഡയറക്ടറായ ഡോക്ടർ OK മണിയെ SFIയുടെ നേതൃത്വത്തിലുള്ള വിദ്യാർത്ഥികൾ ഓഫീസിനകത്ത് പൂട്ടിയിട്ട് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇന്നലെ മുതലാണ് പാലക്കാട് മെഡിക്കൽ കോളേജിലെ ഈ മെഡിക്കൽ വിദ്യാർത്ഥികൾ അനിശ്ചിതകാല സമരത്തിലേക്ക് കടന്നത്. കോളേജിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള അധ്യാപകർ ഇല്ല എന്നും അതുപോലെ തന്നെ OT ദിവസങ്ങൾ, അവരുടെ അവകാശമായിട്ടുള്ള OT ദിവസങ്ങൾ വെട്ടിക്കുറച്ചതും അതുപോലെ തന്നെ ആശുപത്രിയിൽ ആരംഭിച്ചിട്ടുള്ള IP സംവിധാനം കാര്യക്ഷമമല്ല എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ഒരു മാസമായി SFIയുടെയും അതുപോലെ തന്നെ മറ്റ് വിദ്യാർത്ഥി സംഘടനയുടെ എല്ലാം നേതൃത്വത്തിൽ പാലക്കാട് മെഡിക്കൽ കോളേജിൽ സമരം നടന്നു വരികയായിരുന്നു. ഇതിനിടയിൽ ഇന്നലെ മുതൽ SFIയുടെ നേതൃത്വത്തിൽ കോളേജിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് SFIയും അതുപോലെ തന്നെ വിദ്യാർത്ഥികളും കടക്കുകയായിരുന്നു. പക്ഷേ സർക്കാരുമായും അതല്ലെങ്കിൽ കോളേജ് അധികൃതരുമായും ചർച്ച നടത്തിയിട്ടും ഈ ഒരു വിഷയത്തിൽ കൃത്യമായൊരു നടപടി ഉണ്ടാവാത്തതിനെ തുടർന്നാണ് ഇപ്പോൾ കോളേജിന്റെ ഡയറക്ടറായ ഡോക്ടർ OK മണിയെ ഓഫീസിനകത്ത് പൂട്ടിയിട്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് SFI പ്രവർത്തകരും അതല്ലെങ്കിൽ മെഡിക്കൽ വിദ്യാർത്ഥികളും കടന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു ഇത്തരത്തിൽ ഡയറക്ടറെ പൂട്ടിയിട്ടുള്ള സമരത്തിലേക്ക്? സമരം മാർച്ച് 18 മെയ് 18 ഒരു സൂചന സമരം നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്നലെ ഒരു സമരം വിളിച്ചിട്ടുണ്ടായിരുന്നു. ജൂൺ 10 നമ്മുടെ കോളേജിൽ നടപ്പിലാക്കി തരാമെന്ന് പറഞ്ഞ ഒരു കാര്യം നടന്നിട്ടില്ല. അപ്പം ഇത് അധികാരികൾ എത്തിച്ചിട്ടും ഇതുവരെ ഒരു ആൾക്കാരും തിരിഞ്ഞു നോക്കാത്ത ഒരു അവസ്ഥ ഉണ്ടായിട്ടുള്ളത്. ഞങ്ങളുടെ സമരത്തിന് ഉടൻ തന്നെ കളക്ടറോ അതിന് അധികാരികളോ ഇപ്പം തന്നെ സമാന ചർച്ചയ്ക്ക് വരണം. അപ്പം ഞങ്ങൾക്കിതിലൊരു തീരുമാനം അറിയണം. ചർച്ചയ്ക്ക് വന്നതിന് ശേഷം മാത്രമേ ഡയറക്ടറെ തുറന്നുവിടുള്ളൂ. ചർച്ചയ്ക്ക് വന്നതിന് ശേഷം ഇത് നടപ്പിലാക്കി തരാൻ പറ്റുന്ന കാര്യങ്ങൾ അവർ പറയുകയാണെങ്കിൽ നമുക്ക് അക്സെപ്റ്റ് ആണെങ്കിൽ നമ്മൾ സമരത്തിൽ നിന്ന് മാറുമായിരിക്കും. അല്ലെങ്കിൽ സമരം ഇങ്ങനെ തന്നെ തുടരും. ഈ അധ്യാപകരുടെ കുറവ് കൃത്യമായി സർക്കാരെ അറിയിച്ചില്ല. അധ്യാപകരെ നമ്മൾ പല ഘട്ടത്തിലും സർക്കാരിനെ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു. നിവേദനം മുഴുവൻ അല്ലെങ്കിൽ മിനിസ്റ്ററിനെ ബാക്കിയുള്ള അധികാരിനെ നേരിട്ട് കണ്ടും കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഡയറക്ടറായിട്ട് തന്നെ കുറേ വർഷം ചർച്ച ചെയ്തിട്ടുള്ള ഈ കാര്യം. എന്നിട്ട് ഇതുവരെ ഇതിനൊരു സൊല്യൂഷൻ ഇതുവരെ കിട്ടിയിട്ടില്ല. അതിനുവേണ്ടി തന്നെയാണ് നമ്മൾ സമരം വിളിച്ചേക്കുന്നത്. ഇവിടെ SFIയുടെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ ഒരു സമരം നടക്കുന്നത്. നിരവധി വിദ്യാർത്ഥികൾ ഈ സമരത്തിന്റെ ഭാഗമായിട്ടുണ്ട്. SFIയുടെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. സർക്കാരിനെതിരെയാണ് ഇപ്പോൾ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടന തന്നെയായിട്ടുള്ള SFI സമരത്തേക്ക് എത്തിയിട്ടുള്ളത്. കൃത്യമായ ഒരു ചർച്ച നടന്ന് ഈ ഒരു വിഷയത്തിൽ നടപടി ആവും വരെ സമരം തുടരാനാണ് SFIയുടെ തീരുമാനം. സർക്കാരിനെതിരെ എന്നല്ല, ഇത് കുറച്ച് കാലങ്ങളായി ഇവിടെ ഈ മെഡിക്കൽ കോളേജിൽ വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ നടക്കുന്നില്ല. വേണ്ട ഫാക്കൽറ്റീസ് ഇല്ലാത്തതിൻ്റെയും മറ്റ് IP OT ഉൾപ്പെടെയുള്ള സൗകര്യം ഇല്ലാത്തത് വിദ്യാർത്ഥികളുടെ പഠനത്തിനെ ബാധിക്കുന്നുണ്ട്. ആ വിദ്യാർത്ഥികളുടെ പ്രശ്നത്തെ ഏറ്റെടുത്തുകൊണ്ടാണ് SFI സമരത്തിന് മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഡയറക്ടറെ പൂട്ടിയിട്ടൊരു സമരം നടത്തുന്നു. ഇനി ഏത് വിധത്തിലുള്ളൊരു ചർച്ചയ്ക്കാണ് SFIയും വിദ്യാർത്ഥികളും ശ്രമിക്കുന്നത്? അത് ഈ വിഷയങ്ങൾക്കകത്ത് എങ്ങനെയെല്ലാം ഇതിന് തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടി കഴിയുമെന്നുള്ളതിന് കൃത്യമായിട്ടുള്ള ഉറപ്പ് കിട്ടണം. പല കുറി ഇവിടെ സമരം നടത്തുകയും പല കുറി സമരം നടത്തി ഡയറക്ടറായിട്ട് ഉൾപ്പെടെ പലതവണ സംസാരിച്ചതാണ്. ഡയറക്ടറായിട്ടും മറ്റ് വകുപ്പിൽ ഉദ്യോഗസ്ഥരൊക്കെ ആയിട്ടെല്ലാം സംസാരിക്കുന്ന ഒരു നിലയുണ്ടായിട്ടുണ്ട്. അപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത് 6-ാം തീയതി ഇവിടെ ഇന്റർവ്യൂ നടത്തിയിട്ടുണ്ട്. പക്ഷേ അതൊരു പെർമനന്റ് ബോഡി അല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ സ്ഥിര നിയമനത്തിൽ ഡോക്ടർമാരും പ്രൊഫസർമാരും എത്തുന്നതിൽ വലിയ പ്രയാസം നിലനിൽക്കുന്നുണ്ട്. അത് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ വേണ്ടത്ര അധ്യാപകർ വരുന്നില്ല. അത് വരാത്തത് കൊണ്ട് തന്നെ വിദ്യാർത്ഥികളുടെ പഠനം ആകെ പ്രയാസത്തിലാണ്. അത് എത്രയും പെട്ടെന്ന് തീർപ്പാക്കുക എന്നുള്ളതാണ് ഈ സമരവുമായിട്ട് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. അധികൃതർ ഇവിടേക്ക് എത്തിയ ഒരു വിഷയത്തിൽ ഇടപെടണമെന്ന് തന്നെ. അതെ, എത്രയും പെട്ടെന്ന് ഇടപെട്ട് അടിയന്തരമായി പരിഹരിക്കാൻ വേണ്ടി കഴിയുന്ന കാര്യങ്ങൾ അടിയന്തരമായി പരിഹരിക്കും. മറ്റു വിഷയങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കണം എന്നുള്ളത് തന്നെയാണ് SFI മുന്നോട്ട് വെക്കുന്നത്. അതായത് നാട്ടിലെ മെഡിക്കൽ വിദ്യാർത്ഥികളാണ് ഇവര്, നാളത്തെ ഡോക്ടർമാരാണ്. ഇവരുടെ ഭാവി ഇപ്പോൾ വലിയ രീതിയിൽ പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് മെഡിക്കൽ വിദ്യാർത്ഥികൾ ഇപ്പോൾ ഇത്തരത്തിൽ ഡയറക്ടറെ പൂട്ടിയിട്ടുകൊണ്ട് തന്നെയുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് അധികൃതർ ഇവിടേക്ക് എത്തി തങ്ങളുമായി ഒരു ചർച്ച നടത്തി ഒരു നടപടികൾ ഉണ്ടാക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. രോഷ്നി.